ഇത് എളമക്കര പുതുക്കലവട്ടത്തുള്ള പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ പള്ളിയാണ്. അതായത് എൻ്റെ ഇടവക പള്ളി. നിങ്ങൾക്ക് ഈ ഒരു ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യം പിടികിട്ടി കാണും. ഇവിടെ പള്ളിപ്പെരുന്നാളാണ്. എൻ്റെ ഇടവക പള്ളിയിലെ പള്ളിപ്പെരുന്നാളാണ്. ആ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു ആംബിയൻസിലുള്ള ആ ഒരു ഫീലിംഗ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾക്ക് ഉത്സവം, പള്ളിപ്പെരുന്നാൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സ്വന്തം പറയാൻ പറ്റുന്ന നമ്മളുടെ സ്വന്തം ആഘോഷങ്ങളാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് ഈ പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. കാരണം എൻ്റെ ഈ ഒരു ഇടവകയിൽ നമ്മളുടെ പരിശുദ്ധ ലൂർദ് മാതാവാണ് നമ്മൾക്ക് മധ്യസ്ഥയായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് മാതാവ്. അതുകൊണ്ട് എനിക്ക് ഇതൊരു സ്പെഷ്യൽ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം, ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ ഇത് നമ്മളുടെ അൾത്താരയാണ് കേട്ടോ. 17 പേരടങ്ങുന്ന പ്രസിദ്ധന്തിമാരാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ പെരുന്നാൾ നടത്തിട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദക്ഷിണമാണ്. അങ്ങനെ പ്രദക്ഷിണമൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഒരു പ്രത്യേക ഒരു അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ നമ്മൾക്ക് പെരുന്നാളിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ പള്ളിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രദക്ഷിണത്തിന് നമ്മൾ അണിനിരക്കുമ്പോഴേക്കും നമ്മൾക്ക് ഓരോ ഫാമിലി യൂണിറ്റ് ഉണ്ട് ഇടവകയിൽ. അങ്ങനെ ഈ ഓരോ ഫാമിലി, നമ്മളുടെ ഇടവകയിൽ 15 ഫാമിലി യൂണിറ്റാണുള്ളത്. ഞങ്ങളതിൽ 11ാമത്തെ യൂണിറ്റുകാരാണ് കേട്ടോ. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനും യൂണിഫോംസ് ഉണ്ട്. അപ്പോൾ യൂണിഫോം സാരികളൊക്കെ ഇട്ടിട്ടാണ് നമ്മളുടെ സ്ത്രീകൾ അണിനിരക്കുന്നത് ഈ ഒരു പ്രദക്ഷിണത്തിൽ. ഇതാണ് കേട്ടോ നമ്മളുടെ പ്രസിദ്ധന്തിമാരെ. 17 പേരടങ്ങുന്ന സ്ത്രീകളായിരുന്നു നമ്മളുടെ പ്രസിദ്ധന്തിമാരായിട്ടുണ്ടായിരുന്നത്. അർച്ചന സ്വയം സഹായ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. സംഘടനയിലെ അംഗങ്ങളാണ് ഇവരാണ് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത്. എല്ലാം വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഓൾട്ട് ബോയ്സാണ്. സീനിയർ ഗ്രൂപ്പുണ്ട്, അതിൽ ജൂനിയർ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ആ റെഡ് കളറിലുള്ളത് ജൂനിയർ ഗ്രൂപ്പും ഈ ഒരു ബ്ലാക്ക് കളറിലുള്ളത് സീനിയർ ഗ്രൂപ്പുമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഇടവക വികാരിയുടെ പേര് സ്റ്റാൻലി മധുരപ്പള്ളി എന്നാണ്. അപ്പോൾ സ്റ്റാൻലി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് നമ്മളുടെ ഈ പ്രാർത്ഥനകളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മാതാവിനെ നമ്മളെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷമുള്ള ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വികാരി അച്ഛനാണ് അത് ചെയ്തത്. അതിനുശേഷം എന്താ നമ്മളുടെ ബാൻഡ് ചേട്ടന്മാർ സ്റ്റേജിലേക്ക് കയറി അവരുടെ പെർഫോമൻസൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അതിനുശേഷം നമ്മളുടെ വർണ്ണക്കാഴ്ചകൾ, വെടിക്കെട്ട്, അടിപൊളിയായിട്ടുള്ള നമ്മളുടെ വെടിക്കെട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾക്ക് കൊല്ലത്തിലൊരു പ്രാവശ്യം കിട്ടുന്ന ഒരു അവസരമാണല്ലോ, അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ രസിച്ച് ത്രില്ലടിച്ച് അപ്പോഴാണ് തോന്നിയത് നിങ്ങളെ കൂടി കാണിക്കണമല്ലോ എന്ന്. അങ്ങനെ വേഗം തന്നെ ഫോൺ എടുത്ത് വിജയൻ്റെ കയ്യിൽ കൊടുത്തു. വിജയനാണ് ഇതെല്ലാം കവർ ചെയ്തത് കേട്ടോ. എനിക്ക് സത്യത്തിൽ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര
ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാഴ്ചയും മിസ് ചെയ്യരുതല്ലോ. അപ്പോൾ അത് കാരണം എന്താ നമ്മളെല്ലാം വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഹലോ അങ്ങനെ വെടിക്കെട്ടിന് ശേഷം നമ്മളുടെ ചെണ്ട ചേട്ടന്മാർ ശിങ്കാരി മേളത്തിനായിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറി. പിന്നെ നമ്മളുടെ ഉത്സവപ്പറമ്പിലാണെങ്കിലും പെരുന്നാളിൻ്റെ ആ ഒരു സീസണിലാണെങ്കിലും നമ്മൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ കച്ചവടക്കാർ. ഇവർ ഒഴിവാക്കിയിട്ടുള്ള ഒരു ആഘോഷങ്ങളും നമ്മളുടെ കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്സവത്തിൻ്റെയും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളിൻ്റെയൊക്കെ ഹൈലൈറ്റ്. ഇവരില്ലാത്തൊരു പള്ളിപ്പെരുന്നാളും കടന്നു പോവില്ല, അവരുടെ കണ്ണിൽ പെടാതെ ഒരു ഉത്സവവും കടന്നു പോവില്ല. അപ്പോൾ ഞങ്ങൾ വേറൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മളുടെ ഈടപ്പനെ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു ഹീലിയം ബലൂണാണ്, ആ ഒരു ബലൂൺ വാങ്ങി. പിന്നെ ഒരു പസിൽ സെറ്റും വാങ്ങി. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വർണ്ണപ്പട്ടമായി പാറി നടക്കാനായിട്ട് നല്ല രസമല്ലേ. അങ്ങനെ ഇതായിരുന്നു നമ്മളുടെ പള്ളിയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഗ്രോട്ടോ പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ഗ്രോട്ടോ പുതുക്കി പണിത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഗ്രോട്ടോ, പുതുക്കി പണിത ഗ്രോട്ടോ ഇതാണ്. പിന്നെന്താ പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ